ഒരു തിരക്കഥയുടെ ചുവട് പിടിച്ച് വികസിക്കുന്ന ചലച്ചിത്രം സംഘർഷങ്ങളും തമാശയും ഉദ്വേഗവും ഒക്കെ കടന്ന് ഒടുവിൽ ഒരു സിനിമ ശുഭമായി അവസാനിക്കുന്നു. സംതൃപ്തിയുള്ള മുഖത്തോടെ കാഴ്ചക്കാർ തിയേറ്റർ വിട്ടിറങ്ങുന്നു. കൊള്ളാം. തിരക്കഥ നേരത്തെ എഴുതി ഷൂട്ട് ചെയ്ത സിനിമകളിൽ ഏത് സംഘർഷത്തിനും ഒടുവിൽ സന്തോഷവും സമാധാനവും നമുക്ക് സൃഷ്ടിക്കാനാകും. എന്നാൽ റിയൽ ലൈഫിൽ അത് പറ്റുമോ? അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്ന് പോലും അറിയാത്ത ഈ ജീവിതത്തിൽ സിനിമകളിലെ ശുഭകരമായ ക്ലൈമാക്സ് പ്രതീക്ഷിക്കാനാകില്ല. പക്ഷേ സിനിമയെ വെല്ലുന്ന ക്ലാസിക്കുകളായി യഥാർത്ഥ സംരംഭക കഥകളുണ്ട്. ഉഷ എന്ന ബ്രാൻഡ് പോലെ ഇത് എല്ലാ സംരംഭകരുടെയും യാത്രയുടെ കഥയാണ്. ഒരാൾ മുന്നിലുണ്ടായാലും വിജയം എപ്പോഴും കൂട്ടായ്മയിലാണ് സംഭവിക്കുന്നത്. ബിഷൻദാസ് ബേസിൽ മികച്ച എഞ്ചിനീയറും ഇന്നവേറ്ററും പ്രൊഡക്റ്റ് ഡെവലപ്പറുമായിരുന്നു. രാജ്യത്തെ ആദ്യത്തെ ഫാനും തയ്യൽ മെഷീനും സ്വന്തമായി അദ്ദേഹം സൃഷ്ടിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ എങ്ങനെ വിൽക്കണം, എവിടെ വിൽക്കണം, പ്രൊഡക്ഷന് വേണ്ട മൂലധനം എങ്ങനെ കൊണ്ടുവരും എന്നീ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ലാലാ ശ്രീറാം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 25 എണ്ണം ഉണ്ടാക്കി വർക്ക്ഷോപ്പിൽ കിടന്ന് തുരുമ്പിച്ച് ഉഷ 1940കളിലെ അവസാനിച്ചേനെ. അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒന്നും ചെയ്യാനാകാതെ പൂട്ടിയേനെ. പല പല സംരംഭങ്ങൾ പോലെ. എനിക്കെൻ്റെ സംരംഭക സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ വൈദഗ്ധ്യം എവിടെയാണോ അതിൽ ശ്രദ്ധ വയ്ക്കുക. നിങ്ങൾക്ക് ധാരണയില്ലാത്ത ഏരിയകളിൽ വിദഗ്ധരെ കൊണ്ടുവരിക. അവർ വിദഗ്ധരാകുന്നതിനൊപ്പം വിശ്വസ്തരും ആകണമെന്ന് മാത്രം. അങ്ങനെ ഉഷ പോലെ, ഫെവിക്കോൾ പോലെ, പാർലെ പോലെ, മഹീന്ദ്ര പോലെ ഇന്ത്യൻ വൻമരങ്ങൾ സംരംഭത്തിൽ ഇനിയും ഉണ്ടാകട്ടെ.